ഇത്തരം സ്റ്റെയർ കേസ് ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ ഹാങ്ങിങ് സ്റ്റെയർ കേസ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ട്രക്ചർ പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ചേരിക്കുന്ന WPC ആണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഹാൻഡ് റെയിൽ ചെയ്തെടുത്തു. അങ്ങനെ ഒരു ഹാങ്ങിങ് സ്റ്റെയർ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോപ്പ് കൊടുത്തത്. അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. MS-ൻ്റെ പൈപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 കൊല്ലത്തിനിടയ്ക്ക് ഒരെണ്ണമാണ് മേളിൽ നിന്ന് പറഞ്ഞ് താഴെ വേണം കേട്ടോ. നമസ്കാരം. എൻ്റെ വീട് വെച്ചിട്ടേ ഇപ്പോൾ 3 വർഷമായി. ഈ മെയ് മാസം ആയപ്പോഴത്തേക്ക് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. അന്ന് നമ്മൾ ചെയ്ത ഒന്നായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ വീടിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത്, അതായത് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന സ്റ്റെയർ കേസ് ആയിരുന്നു. ഈ സ്റ്റെയർ കേസ് ചെയ്തപ്പോഴത്തേക്ക് അന്ന് അഭിപ്രായ വ്യത്യാസങ്ങളും ഒത്തിരി വന്നു. പക്ഷെ ധാരാളം ആൾക്കാർ അതുപോലെ ഇതിൻ്റെ പല രീതിയിലുള്ള അനുകരിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഞാൻ റോപ്പായിരുന്നു ചെയ്തിരുന്നത്. ആ റോപ്പ് മാറ്റി അതൊന്ന് റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഹാങ്ങിങ് സ്റ്റെയർ കേസ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അന്ന് കാണാത്തവർക്കായിട്ട് ഇന്ന് അത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം, അത് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഡ്രോബാക്സും അതങ്ങനെ റെക്ടിഫൈ ചെയ്തു എന്നുള്ളതൂടെ പറയാം. ഈ ഒരു ഏരിയയിലെ മുഴുവൻ കാര്യങ്ങൾ, അതായത് ഈ സ്റ്റെയർ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വീട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെയർ കേസ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് ഞാനിതിനെ പറയുകയാണ്. എൻ്റെ ഓപ്ഷനാണ്, എൻ്റെ ഒപ്പീനിയനാണ്. സോ നിങ്ങൾക്കത് എങ്ങനെ വേണേൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഏരിയ പറയാം. ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് ഫസ്റ്റ് ഒരു ഫൈക്കസ് ആയിരുന്നു. ഫൈക്കസ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ആലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഫൈക്കസ്. പക്ഷേ ഫൈക്കസ് ഇവിടെ ചെയ്തപ്പോഴത്തേക്കും സഫീഷ്യൻറ്റ് ലൈറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എങ്കിൽ പോലും, ഞങ്ങളിപ്പോൾ ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല, ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ലൈറ്റ് പോരാ. കൂടാതെ വെള്ളവും ധാരാളമായിട്ട് വേണം. സോ ഞങ്ങൾക്ക് ഇവിടെ ഫൈക്കസ് വർക്കായില്ല. സോ ഫൈക്കസ് എടുത്ത് പുറത്തോട്ട് വെച്ചിരുന്നു. ഞാൻ പല വീഡിയോയിലും വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന ഫൈക്കസ് ഉണ്ടായിരുന്നാണ് ഇന്നത് എവിടെ പോയി എന്ന ആൾക്കാരുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം അവിടെ നമ്മൾ ബുദ്ധനെ ചെയ്യുകയായിരുന്നു ചെയ്തത്. അവിടെ എല്ലാം എന്താണ് ചെയ്യുന്നത് ഒരുപക്ഷെ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റെയർ കേസിലേക്ക് വരാം. ഇത് ചെയ്തത് നമ്മുടെ ഒറൻസായി ബിൽഡേഴ്സിൻ്റെ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിൻ്റെ വർക്കേഴ്സാണ് ഈ വർക്ക് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ഒരാളെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. പക്ഷേ എന്നാൽ പോലും ഇത് ഇവിടെ റെനോവേറ്റ് ചെയ്ത വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അയാൾ ഇതുപോലുള്ള സ്റ്റെയർ കേസ് വർക്കുകൾ എല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. സോ ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സോ അതിനൊരു പരിഹാരമായി എന്ന് കരുതുന്നു. ഇനി സ്റ്റെയർ കേസ് അന്ന് ചെയ്തതുപോലെ ഇങ്ങനെ ചെയ്ത് ഇവിടെ നമുക്കൊരു ഇരിപ്പിടം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഇരിപ്പിടം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒന്നായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കിവിടെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് കയറി ചെയ്യാൻ പാകത്തിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റെയർ കേസ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് GI-ലാണ്, ഗാൽവനൈസ്ഡ് അയണിലാണ് ഈ സ്റ്റെയർ കേസ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അതായത് 4x4-ൻ്റെ 4x4-ൻ്റെ പൈപ്പ്, സിംഗിൾ പൈപ്പ് ഇവിടെ കൊടുത്ത് അതിനകത്ത് 2x2-ൻ്റെ പൈപ്പ് കൊടുത്ത് ഇനി ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ 2x1-ൻ്റെ പൈപ്പ് അടിച്ചിട്ടാണ് ഈ സ്ട്രക്ചർ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്ട്രക്ചർ പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ചേരിക്കുന്ന WPC ആണ്. WPC നോർമൽ WPC അല്ല, ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് WPC-കളിൽ ഒന്നായ നമ്മുടെ സ്കെയിൽ വുഡ്, അതിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള സ്കെയിൽ വുഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വുഡ് നമ്മൾ 1% പോലും യൂസ് ചെയ്തിട്ടില്ല. ഈ കാണുന്ന സ്കെയിൽ വുഡാണ്, ഈ കൊടുത്തിരിക്കുന്ന സ്കെയിൽ വുഡാണ്, ഈ ചെയ്തിരിക്കുന്ന സ്കെയിൽ വുഡാണ്. സെഡ് എന്ന അക്ഷരം നേരെ തിരിച്ചു വെക്കുക. സെഡ് ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ പൂർണ്ണമായിട്ടും കൃഷ്ണകുമാറായിരുന്നു ചെയ്തത്, അവരുടെ ടീമായിരുന്നു ചെയ്തത്. ഇതിൽ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എപ്പോഴും എന്ത് കൊടുക്കുക, ഹാൻഡ് റെയിൽസ് കൊടുക്കുക. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹാൻഡ് റെയിൽ കൊടുത്തില്ല, പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഹാൻഡ് റെയിൽ കൊടുത്തത്. ഹാൻഡ് റെയിൽ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്തത്. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഹാൻഡ് റെയിൽ ചെയ്തെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇനിയാണ് നമ്മൾ അന്ന് ചെയ്ത ഒരു സംഗതി പൂർണ്ണമായിട്ടും റോപ്പിലായിരുന്നു ചെയ്തത്. റോപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് റോപ്പ് തന്നെയാണ്, MS-ൻ്റെ റോപ്പാണ് യൂസ് ചെയ്തത്. 2 തരം റോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് MS-ൻ്റെ റോപ്പും 2 SS-ൻ്റെ റോപ്പും. SS എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോപ്പും, കൂടാതെ MS റോപ്പും. MS റോപ്പിലോട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കളർ, അതിന് മേളിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കളർ ചെയ്താൽ
റോപ്പാണല്ലോ, ഇതിന് മൂവ്മെൻറ്റ് ഉണ്ടാകും. സോ ആ കളർ പൊടിഞ്ഞു പോകും. SS ആണെങ്കിലും നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല, കാര്യം അതിന് മൂവ്മെൻറ്റ് ഉണ്ട്, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് SS-ൻ്റെ കളറായിട്ടുള്ള സ്റ്റീൽ കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെ MS-ൻ്റെ കളറായിട്ടുള്ള ഒരു ഓഫ് ഗ്രേ കളർ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളർ ഇതിൻ്റെ ബ്ലാക്ക് കളറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുകൊണ്ട് നമ്മൾ MS-ൻ്റെ റോപ്പായിരുന്നു, ഇലക്ട്രിക് റോപ്പായിരുന്നു ഇവിടെ ഉപയോഗിച്ചത്. ഇലക്ട്രിക് റോപ്പ് എന്ന് പറയാൻ കാര്യം അത് ഇലക്ട്രിക് കണക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന റോപ്പ് ആയതുകൊണ്ടാണ് ഇലക്ട്രിക് റോപ്പ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ സ്റ്റെപ്പിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് PU പെയിൻ്റ് ആയിരുന്നു, ബ്ലാക്ക് കളർ പെയിൻ്റ് ആയിരുന്നു ചെയ്തത്. ചെറിയ ഫെയ്ഡുകൾ വന്നിട്ടുണ്ടോ എന്ന് പോലും നിങ്ങൾ സംശയിക്കേണ്ട, ഇവിടെ ഫെയ്ഡ് ഒന്നും തന്നെ ഇല്ല. ഇത് ഞാൻ സംശയത്തോടെ അല്ലെങ്കിൽ ഒരു പരീക്ഷണാർത്ഥി ചെയ്തത്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വർക്കായോ എന്നാണ്. ഇതിൻ്റെ മേളിൽ നമ്മൾ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. പുട്ടിയിട്ടിരുന്നാൽ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. ഇവിടെ പുട്ടി ഇടാതെ ഞങ്ങൾ കളർ ബ്ലാക്ക് കളർ PU പെയിൻറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു ചെയ്തത്. സോ അതിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ റോപ്പിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ റോപ്പ് അയഞ്ഞ് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, കാര്യം ഏറ്റവും കൂടുതൽ ട്രാഫിക് ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റെയർ കേസ്. സോ കയറി ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ ഇതാണ് ഈ സ്റ്റെയർ, അതായത് ഇത് ഒന്നടവട്ട സ്റ്റെയറിൽ മാത്രമേ റോപ്പുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് 1, 2, 3 സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഈ സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേക്കാണ് റോപ്പ്. ദെൻ ഈ സ്റ്റെപ്പ് വിട്ട് ഇതിൽ വരുമ്പോഴാണ് റോപ്പ് വരിക. അതായത് ഒന്നടവട്ട സ്റ്റെപ്പിൽ GAയുടെ പൈപ്പ് മുന്നോട്ട് എലവേറ്റ് ചെയ്ത് ആ പൈപ്പിലായിരുന്നു റോപ്പ് ചെയ്തത്. എടുത്തു പറയട്ടെ, അന്നും ഇന്നും ഇത് ഡമ്മി പ്രോഡക്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതുമായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ റോപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ്ങിങ് സ്റ്റെയർ കേസ് പോലെ നിൽക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഹാങ്ങിങ് സ്റ്റെയർ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോപ്പ് കൊടുത്തത്. അപ്പോൾ റോപ്പിന് താഴെ ഇവിടെ കൊടുത്ത് നേരെ ഇവിടെ ഇതിട്ട് മുറുക്കുമായിരുന്നു ചെയ്തത്. ഒരു ഒരു ബുള്ളറ്റ് പോലുള്ള ഒരു സാധനം ഇട്ട് മുറുക്കുകയായിരുന്നു ചെയ്തത്. ആ ബുള്ളറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മുറുക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആവുകയും, അതേസമയം ഇത് നമ്മൾ മുകളിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കിയാൽ കാണാം, അവിടെയും മുറുക്കുക. അതായത് ആൻറ്റി ക്ലോസ് ഇവിടെ തിരിക്കുമ്പോൾ അവിടെ ഇത് അയയും. അവിടെ നമ്മൾ ഒരു സ്ക്രൂ കൊടുത്ത് അതിനകത്തോട്ട് കയറ്റി കുറ്റി പോലെ ചെയ്ത് അതിനെ അവിടെ ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴും ഇതിൽ ചവിട്ടുമ്പോഴത്തേക്കും ഇത് പയ്യായും. സോ അത് സ്വാഭാവികമായിട്ടും അയഞ്ഞു വന്നു. നോർമലി അത് ഭയങ്കര നമുക്ക് കാണുമ്പോഴത്തേക്കും കുറച്ച് വിയേർഡായിട്ടുള്ള രീതിയിൽ അയഞ്ഞു. അതിനൊരു പരിഹാരം എന്നോളമാണ് നമ്മൾ ഇവിടെ ഈ പ്രോഡക്റ്റുകൾ ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. MS-ൻ്റെ റോപ്പുകൾ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് MS-ൻ്റെ പൈപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് MS എന്ന് കൂടി പറയാം, കാര്യം 2 പൈപ്പുകൾ നമുക്കിതിന് ഉപയോഗിക്കാം. ഒന്ന് GA ഉപയോഗിക്കാം, അല്ലെങ്കിൽ MS ഉപയോഗിക്കാം. GA വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ പെയിൻറ്റ് പിടിച്ചാലും പെയിൻറ്റ് പിന്നീട് പൊളിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുള്ള പ്രോഡക്റ്റാണ് GA. ഗാൽവനൈസ്ഡ് ആണ്, കാരണം എന്ന് വെച്ചാൽ അതിൽ ഗാൽവനൈസ്ഡ് ആണ്. അതേസമയം മൈൽഡ് സ്റ്റീൽ MS ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അതിൽ കളറ് പിടിച്ചിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ഷോപ്പിൽ വിളിച്ചപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ പാലായിലുള്ള സാൻജോസിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ മാമ്പറമ്പിൽ റൂഫിങ്സ് ഇല്ലേ, നമ്മുടെ റൂഫിംഗ് ഷീറ്റിനെ കുറിച്ച് ഞാൻ അവിടെ വീഡിയോ ചെയ്തിരുന്നു. അവിടെ ചൂട് കുറയ്ക്കാനായിട്ടുള്ള റൂഫിംഗ് ഷീറ്റ്, അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത മാമ്പറമ്പിൽ റൂഫിങ്ങിൽ നിന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഈ പൈപ്പുകൾ എടുത്ത്. അവിടെ റൗണ്ട് പൈപ്പുകൾ ചോദിച്ചു, GA ഉണ്ടായിരുന്നു, അതുപോലെ MS ഉണ്ടായിരുന്നു. അങ്ങനെ MS-ൻ്റെ പൈപ്പ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എപ്പോക്സി പ്രൈമർ, ബ്ലാക്ക് എപ്പോക്സിയും ഗ്രേ എപ്പോക്സിയും ഉണ്ട്. ഇവിടെ നമ്മൾ ഗ്രേ എപ്പോക്സി എടുത്ത കാര്യം ബ്ലാക്ക് എപ്പോക്സി പിന്നീടാണ് മറന്നുപോയി. അപ്പോൾ ശരിക്കും ബ്ലാക്ക് എപ്പോക്സി എടുത്താൽ മതി. എടുത്തിട്ട് ബ്ലാക്ക് എപ്പോക്സി അടിച്ച് അതിനെ ഉണങ്ങി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിരിക്കും, ഇനാമൽ അടിച്ചിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഗുണം, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ GAയിലെ പോലെ നമുക്കിത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പൈപ്പുകൾ ഓരോന്നും 22 അടി ഫീറ്റിലുള്ളതായിരുന്നേ. നിങ്ങൾ താഴേന്ന് കാണുന്ന ഞാൻ ആദ്യം നിന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ പൈപ്പ് തൊട്ട് മുകളിലോട്ട് 22 എന്ന് കുറഞ്ഞു വരും. അപ്പോൾ 22 അടി ഫീറ്റിലുള്ള പൈപ്പാണ് നമ്മളതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടോട്ട് വന്നപ്പോഴത്തേക്കും പൈപ്പുകൾ മുറിച്ച് അതിൻ്റെ സൈസിന് അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ ഓരോ സൈഡിലും എവിടെയൊക്കെയാണോ നമ്മൾ മുന്നേ റോപ്പ് ചെയ്തിരുന്നത് ആ റോപ്പിൻ്റെ ഓരോ കുറ്റിയും ഇരിക്കുന്നിടത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ കുറ്റി നേരെ മോളിൽ കാണുന്ന ഈ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിൽ ചെന്ന് പിരിഞ്ഞു കയറുകയാണ് ചെയ്തിരിക്കുന്നത് റോപ്പിൽ. സെയിം സിസ്റ്റമാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ത്രെഡ് ഈ പൈപ്പിനകത്തേക്ക് കൊടുത്ത് മേളിലുള്ള സ്ക്രൂവിലേക്ക് പിരിച്ചു കയറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഈ പറയുന്ന ഏരിയ മാത്രം നമ്മൾ വെൽഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല മറ്റേ പ്രോഡക്റ്റിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഇതായിരുന്നു, നമ്മൾ ഇവിടെ ആരെങ്കിലും വന്ന് ഇങ്ങനെ വല്ലതും പിരിക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈറ്റ് ആവുന്നതോടൊപ്പം അവിടെ ആയും, അപ്പോൾ അത് ചിലപ്പോൾ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ടാകും. ഈ 3 കൊല്ലത്തിനിടയ്ക്ക് ഒരെണ്ണമാണ്
മേളിൽ നിന്ന് പറഞ്ഞ് താഴെ വീണ കേട്ടോ. ആ മേളിൽ നിന്ന് പറഞ്ഞ് താഴെ വീഴുന്ന സമയമാണ് ഞാൻ ആക്ച്വലി ഇത് മാറാനായിട്ടുള്ള ടൈം എടുത്തത്. അത് ഈ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു എന്താ പറയുക, ഒരു ആലോചന ഉണ്ടായിരുന്നു, നമുക്കിത് മൊത്തത്തിലൊന്ന് മാറ്റണം കുറച്ച് കഴിയുമ്പോൾ. അത് എന്നെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആദ്യം നമുക്ക് അതിനകത്തൊരു എന്താ ടെർമൈറ്റ് പ്രൂഫ് ചെയ്യാത്തതിൻ്റെ വീഴ്ച പറ്റി. അത് രണ്ടാമത് ചെയ്തപ്പോൾ ടെർമൈറ്റ് പ്രൂഫ് ഒക്കെ ചെയ്തു. അത് മാറ്റാനായിട്ട് എനിക്ക് ആദ്യം മനസ്സിലുണ്ടായിരുന്നു. ഇത് പൊഴിഞ്ഞ് താഴെ വീണപ്പോഴത്തേക്കും ഇത് മാറ്റാനുള്ളൊരു സമയമാണ് എന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിക്കുകയും അതിനുശേഷമാണ് നമ്മൾ ഈ വർക്കുകൾ പൂർണ്ണമായിട്ടും ഇവിടെ എടുത്തിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ എവിടെയൊക്കെ ആ റോപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നോ, അതിൻ്റെ ത്രെഡ് എവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിരുന്നോ അവിടെയൊക്കെ നമ്മൾ ഈ പ്രോഡക്റ്റ് താഴെ വശത്ത് വെൽഡ് ചെയ്തും മുകളിൽ കൃത്യമായിട്ട് അതിൻ്റെ ത്രെഡ് ഈ പൈപ്പിലോട്ട് ഇറക്കി ആ ത്രെഡ് മുകളിൽ പിരിച്ച് കയറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇത്തരം സ്റ്റെയർ കേസ് ഞാനിവിടെ കാണിച്ചതിന് ഡിറ്റോ ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിതിനിടയ്ക്കൂടെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ 3 വർഷത്തിലേക്ക് നമുക്ക് ഇതിനിടെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. കാര്യം അതിനുള്ള ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. കാര്യം മനുഷ്യരുടെ കാര്യമില്ല, അതൊക്കെ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സോ അതിനെ അങ്ങനെ വിടുന്നു. പക്ഷേ ചെറിയ കുട്ടികളോടത്ത് ഇങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെയുള്ള മറ്റനേകം സംഗതികൾ നമുക്കിവിടെ പരീക്ഷിക്കാവുന്നതാണ്. ഇതൊരു മാതൃക മാത്രമാണ് ഞാൻ കാണിച്ചത്. കാര്യം എൻ്റെ വീടിൻ്റെ ഫീറ്റ് തന്നെ 23 അടിയുണ്ട്. ഡബിൾ ഹൈറ്റിലോട്ട് വരും. ആ ഡബിൾ ഹൈറ്റിൽ നമ്മളെ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റെയർ കേസ്. ആ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു റീഡിംഗ് കോർണർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ റീഡിംഗ് കോർണർ ആണ്, അതിന് തൊട്ടപ്പുറം ബുക്ക് ഷെൽഫും കാര്യങ്ങളുണ്ട്. പക്ഷേ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ബ്രിഡ്ജ് സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ഒഴിവാക്കി നമുക്ക് ചെയ്യാം. പക്ഷേ പൈപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നമ്മളിവിടെ പൈപ്പുകൾ തന്നെ, അന്ന് റോപ്പുകളാണ് ഉപയോഗിച്ചത്, ആ റോപ്പുകൾ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് അന്ന് ചെയ്തു. പക്ഷേ റെനോവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ റോപ്പുകൾ മാറ്റി പൂർണ്ണമായിട്ടും പൈപ്പുകളിലോട്ട് കൊണ്ടുവന്നു. വളരെ ക്ലിയർ ആയിട്ട് പറയട്ടെ, എനിക്ക് റോപ്പിനേക്കാളും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതാണ്. കാര്യം ഇതിൻ്റെ ബ്ലാക്ക് കളറിനോട് ഒത്തുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഭംഗിയായി എന്ന് ഞാൻ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനും ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൻ്റെ എൻ്റെ റിസൾട്ടുമാണ്. സോ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. വീണ്ടും പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള മാതൃകകൾ തന്നെ ഇരിക്കുക. കുട്ടികളുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിലും ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പല വേർഷൻസ്, ഇതിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അജയ് സിംഗർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.